നമസ്കാരം. പുതിയൊരു സിനിമയിലേക്ക് സഞ്ചരിക്കാം. സിനിമയേക്കാൾ സിനിമാറ്റിക്കായ കഥകൾ എഴുതുന്ന എഴുത്തുകാരനാണ് മലയാളത്തിൽ GR ഇന്ദുഗോപൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കഥകളും സിനിമയായപ്പോൾ എഴുത്തിനുണ്ടായിരുന്ന ഇമ്പാക്റ്റ് സിനിമകളിലേക്ക് എത്തിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോയിട്ടുമുണ്ട്. ഒരു തെക്കൻ തല്ലിയേസ് ആണെങ്കിലും കാപ്പയാണെങ്കിലും ക്രിസ്റ്റിയാണെങ്കിലും അത്തരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇത്തവണ GR ഇന്ദുഗോപനും മിന്നൽ മുരളിയുടെ എഴുത്തുകാരനായ ജസ്റ്റിൻ മാത്യൂസും കൂടി ഒന്നിച്ച് തിരക്കഥയൊരുക്കുന്ന പൊന്മാൻ എന്ന ചിത്രമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. കലാസംവിധായകനായ ജ്യോതിഷ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരുപക്ഷെ മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഒരു കെട്ടുറപ്പുള്ള തിരക്കഥ കൊണ്ടും ഗംഭീരമായ പ്രകടനങ്ങൾ കൊണ്ടും സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കൊണ്ടും തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു ചലച്ചിത്രം തന്നെയാണ് പൊന്മാൻ. പൊന്നാണ് കഥ. പൊന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പുകിലുകളും ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. ഒരുപക്ഷെ കൊല്ലത്തിനെ, അതിൻ്റെ പശ്ചാത്തലത്തിനെ, കൊല്ലത്തിൻ്റെ നാടിൻ്റെ പ്രത്യേകതകളെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ. തൃശ്ശൂരും തിരുവനന്തപുരവും കോഴിക്കോടും ഈ അടുത്ത കാലത്ത് കാസർഗോഡ് വരെ മലയാള സിനിമയിൽ ചർച്ചാ വിഷയമായപ്പോൾ ഒരുപക്ഷെ കൊല്ലത്തെ ബേസ് ചെയ്തുള്ള സിനിമകൾ വളരെ കുറവായിരിക്കും. തുടക്കത്തെ പാട്ടിലൂടെ തന്നെ കൊല്ലം എന്ന നാടിനെയും അതിൻ്റെ പ്രത്യേകതകളെയും അവിടുത്തെ മനുഷ്യരുടെ ജീവിതങ്ങളെയും വളരെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട് സിനിമ. സ്ത്രീധന സമ്പ്രദായം എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തത്തെ, അതിൻ്റെ എല്ലാ വശങ്ങളെയും അതിൻ്റെ അപകടങ്ങളെയും സമഗ്രതയോടെ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ സിനിമയെ മികവുറ്റതാക്കുന്നത് അതിലെ കഥാപാത്രങ്ങളാണ്. അത്രമേൽ ആഴമുള്ള, വ്യക്തമായ നീതീകരണമുള്ള, ഉത്തരമുള്ള കഥാപാത്രങ്ങളാണ്. ഒരുപക്ഷെ ബേസിൽ ജോസഫിൻ്റെ ഈ അടുത്ത കാലത്ത് ഒരു മിനിമം ഗ്യാരണ്ടി നടനെന്ന് പറയാൻ പറ്റുന്ന ബേസിൽ ജോസഫിൻ്റെ കരിയർ ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് അടയാളപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് PP അജീഷ്. ഒരുപക്ഷെ സിനിമയുടെ തുടക്കത്തിൽ ഈ കഥാപാത്രത്തിനായിട്ട് രണ്ട് പൊട്ടിക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിൽ വെറുപ്പുളവാക്കുന്നെങ്കിലും കഥയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരും ഈ കഥാപാത്രത്തെ നെഞ്ചിലേക്ക് ഏറ്റെടുക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത്രമേൽ നല്ലൊരു ക്യാരക്ടർ ആർക്കാണ് PP അജീഷിന് സംവിധായകനും തിരക്കഥാകൃത്തും കൊടുത്തിരിക്കുന്നത്. അത് PP അജീഷിന് മാത്രമല്ല, ഈ സിനിമയിലേക്ക് വരുന്ന ബ്രൂണോയാണെങ്കിലും മാരിയോ ആണെങ്കിലും സ്റ്റെഫി ഗ്രഫ് ആണെങ്കിലും ഓരോ കഥാപാത്രങ്ങൾക്കും വ്യക്തമായ ആഴവും പരപ്പും ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് സിനിമയുടെ സമഗ്രതയ്ക്ക് വ്യക്തമായൊരു കാരണം. അതോടൊപ്പം തന്നെ കൊല്ലത്തിനെയും അതിൻ്റെ പശ്ചാത്തലങ്ങളെയും മൺട്രോ തുരുത്തിനെയും എല്ലാം അടയാളപ്പെടുത്തുന്ന ഗംഭീരമായ സിനിമറ്റോഗ്രഫി, അതോടൊപ്പം തന്നെ സിനിമയുടെ ആഴത്തിലേക്കും പിരിമുറുക്കങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്ന ജസ്റ്റിൻ വർഗീസിൻ്റെ മികവാർന്ന ശബ്ദവും പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഈ സിനിമയെ മികവുറ്റതാക്കുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെല്ലാവരെയും ചിരിപ്പിച്ച അമ്പാൻ എന്ന കഥാപാത്രം ചെയ്ത സജിൻ ഗോപുവിൻ്റെ തീർത്തും വ്യത്യസ്തമായ ഒരു ഷെയ്ഡാണ് നമുക്ക് ഈ സിനിമയിൽ കഥാപാത്രമായിട്ട് കാണാൻ പറ്റുന്നത്. മല പോലെ ഒരു രാക്ഷസൻ എന്ന് പറയാൻ പറ്റുന്ന ആ കഥാപാത്രത്തെ എത്ര ഗംഭീരമായിട്ടാണ് ആ നടൻ പകർന്നാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെഫിയുടെ അമ്മയായി വരുന്ന കഥാപാത്രമാണെങ്കിലും സഹോദരനായ ബ്രൂണോ ആനന്ദമനുമോദൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രമാണെങ്കിലും ലിജോമോളുടെ കഥാപാത്രമാണെങ്കിലും ഏറ്റവും ആഴത്തിലും അതിൻ്റെ സമഗ്രതയിലും ആ കഥാപാത്രങ്ങളുടെ ഉള്ളറകളിലേക്കും അടരുകളിലേക്കും പോകാനായിട്ട് ഈ കഥാപാത്രങ്ങൾക്കെല്ലാം സാധിച്ചു, ഈ നടന്മാർക്കെല്ലാം സാധിച്ചു എന്നത് സിനിമയുടെ വലിയൊരു പ്രത്യേകതയാണ്. നമ്മുടെ കാരണവന്മാരായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ പിഴയ്ക്കും. എൻജോയ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും, അല്ലാത്തിടത്തൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കും. ഒരുപക്ഷെ PP അജീഷ് പറയുന്ന ഈ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് തന്നെ ഈ സിനിമയുടെ കഥാപാത്രത്തിൻ്റെ ശക്തി വിളിച്ചു പറയുന്നുണ്ട്. പല രംഗങ്ങളും അത്രമേൽ തീവ്രമാണ്, അത്രമേൽ സംവേദനാത്മകമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ ശക്തി എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഗംഭീരമായ മേക്കിംഗ് ആണ്. 4-5 ചെറുപ്പക്കാരെന്ന GR ഇന്ദുഗോപന്റെ നോവലിനെ അധികരിച്ച് ഈ സിനിമ എത്തുമ്പോൾ അത് റിയലായിട്ട് നടന്നൊരു സംഭവം തന്നെയാണെന്നും ആ സിനിമയിലെ അല്ലെങ്കിൽ ആ നോവലിലെ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഇതിന്റെ സംവിധായകൻ എന്നതും ഈ സിനിമയുടെ ഒരു ഞെട്ടലും തരിപ്പും നമുക്ക് തരുന്നുണ്ട്. ഏറ്റവും അവസാനം പൊന്നില്ലാത്തതാണ് പെണ്ണിന് അഴക് എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് സിനിമ അതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. കഥാപാത്രങ്ങളെയും അവരുടെ പൊല്ലാപ്പുകളെയും ജീവിത സങ്കീർണതകളെയൊക്കെ അവതരിപ്പിക്കുമ്പോഴും എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ട് എന്ന രീതിയിലും കൂടി കഥാപാത്രങ്ങളെ നമ്മൾ അവശേഷിപ്പിക്കുന്നുണ്ട്.